ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി, പഴയ മോഡൽ ഹീറോൻ്റെ പ്ലഷറാണ്. അതിൻ്റെ വണ്ടിക്ക് വലിയ കുറവാണ്, വണ്ടി ആക്സിഡൻറ്റ് കൊടുത്ത വണ്ടി വലിച്ച് കയറുന്നില്ല. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക്, അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഇൻഡിക്കേറ്റർ കംപ്ലൈൻറ്റ്, അങ്ങനെ 3 കംപ്ലൈൻറ്റാണ് പറഞ്ഞേക്കണേ. വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. കൂടി പറഞ്ഞേക്കണത് വലിയ കുറവും ഇൻഡിക്കേറ്റർ ബ്രേക്ക് ഇത്ര ഐറ്റംസ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബെൽറ്റ് സ്ലിപ്പായി പോകുന്നൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മളത് കയറ്റി ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓയിൽ ലീക്കായിട്ട്, അതായത് ക്രാങ്കിൻ്റെ ഓയിൽസിൽ പോയിട്ട് ഓയിൽ മൊത്തം ഈ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഈ സൈഡിൽ ഓയിൽ വരാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽസിൽ പോയിട്ടും അവിടെ ലീക്കുണ്ട്. അപ്പോൾ നിലവിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡ്രൈ ടൈപ്പാണ്, ബെൽറ്റിൽ റബ്ബർ ബെൽറ്റിൽ വർക്ക് ചെയ്യുന്ന മോഡലാണ്, CVT ക്ലച്ചാണ് നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ വരാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കാരണവശാലും ഓയിലിൻ്റെ പ്രസൻസ് പാടില്ല. നമ്മൾ മാനുവലായിട്ട് അയച്ച് ഗ്രീസിങ് ആണ് സാധാരണ ചെയ്യേണ്ടി വരാം. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഓയിൽ മൊത്തം ചാടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനെ ഓയിൽ സീൽ ക്ലിയർ ചെയ്തിട്ട് ബെൽറ്റ് മാറ്റിയിടാം, എന്നാലാണ് അത് 100% പെർഫെക്റ്റ് ആവുള്ളൂ. പറയാൻ കാരണം വെച്ചാൽ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുമുണ്ട്. തന്നെയല്ല ശരിക്കും ഓയിലിൽ കുതിർന്നൊരവസ്ഥയാണ്. നമ്മളിത് എങ്ങനെ ക്ലീൻ ചെയ്താലും അത് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബെൽറ്റ് ശരിക്കും ഓയിലിൽ ശരിക്കും കുതിർന്നേക്കുന്ന ഒരു കണ്ടീഷനാണ് നിൽക്കുക. അപ്പോൾ ഓയിൽ സീലൊക്കെ മാറ്റി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് പെട്രോളിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുക, അപ്പോഴാണ് അത് പ്രോബ്ലം സോൾവ് ആവുള്ളൂ. ഇനി ഇതിന് ഈ ഓയിൽ ലീക്ക് വരാനായിട്ടൊരു കാരണമുണ്ട് മേജറായിട്ട്. കാരണം എന്ന് വെച്ചാൽ എൻജിനിൽ ഓയിലിൻ്റെ അളവ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഊറ്റിയേക്കണ ഓയിലാണത്. ഈ ഓയിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് 900 മില്ലിനകത്തുണ്ട്, ശരിക്കും 800 മില്ലിയേ പാടുള്ളൂ. അത് കൂടാതെ കൊണ്ട് കുറച്ച് ഓയിലിനകത്തേക്ക് വന്നിട്ടുണ്ട്, പിന്നെ കുറേ ഓയിൽ ലീക്കായിട്ട് പോയിട്ടുണ്ട് ആ രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എഞ്ചിൻ ഓയിൽ വളരെ കൂടുതലായിരുന്നു ഇതിനകത്ത്. ശരിക്കും നമുക്ക് 800 മില്ലി ഓയിലാണ് എഞ്ചിനിൽ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഓയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് കട്ടി കുറഞ്ഞ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഓയിൽ സീലൊക്കെയാണ്, അത് തള്ളി ഓയിൽ പുറത്ത് വരും, അത് ഏത് രീതിയിലായാലും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓയിൽ ബാക്കിയത്തെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഈ ഓയിൽ തന്നെ കറക്റ്റ് അളവാക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കാം. ആ രീതിയിൽ ചെയ്യാനാണ് നമുക്കത് റെഡി ആവുള്ളൂ. കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ ലൈൻഡർ ഒന്ന് മാറ്റി സെറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ ബ്രേക്കിൻ്റെ കേസ്. പിന്നെ ഹെഡിൻ്റെ ഭാഗത്തും ഇതേപോലെ ഓയിൽ ലീക്ക് ഉണ്ട്. ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ്, മൗണ്ട് റബ്ബർ ഈ രണ്ടും പോയേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ശരിക്കും ഓയിലിൻ്റെ ഇതിനകത്ത് നല്ല രീതിയിൽ പ്രഷർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ, ബാക്കിയത്തൊക്കെ മെറ്റൽ പാർട്ടാണ്, ഓയിൽ സീലുകൾ, ഗ്യാസ്കറ്റുകൾ, അതാണ് മെയിനായിട്ട് ഡാമേജ് വരാം. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. നോർമൽ രീതിയിൽ സ്കൂട്ടർ മോഡലൊക്കെ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോർമൽ സാധാരണ രീതിയിൽ വരാറുണ്ട്. ഇത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഓയിലൊക്കെ വെച്ച് അടി കിടക്കുന്നുണ്ട് അതിനുള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്യാസ്കറ്റുകളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് അതിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് നമുക്ക് ഇരിക്കുന്ന ഫ്ലാഷർ യൂണിറ്റ് കൂടി മാറ്റി വെച്ചാലാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം റെഡി ആവുള്ളൂ. അപ്പോൾ ബെൽറ്റ്, ഓയിൽ സീലുകൾ, ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ്, മൗണ്ട് റബ്ബർ, ബാക്ക് ബ്രേക്ക് ഷൂ, ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷറും സ്വിച്ച് അടക്കം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.